ജർമ്മനി ഒപ്പയറായി പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആകുമോ അതോ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ആകുമോ എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യത്തിലാണ്: നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഹോസ്റ്റ് ഫാമിലി. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഹോസ്റ്റ് ഫാമിലി ബേസിക് ആയിട്ട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒരു നല്ല ഹോസ്റ്റ് ഫാമിലിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം, ഹോസ്റ്റ് ഫാമിലിയോട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ്. നിങ്ങൾ ഓപ്പയറിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാനായിട്ട് ശ്രമിക്കുക. ഹലോ ഡ്രീമേഴ്സ്, വെൽക്കം ടു GLH. അപ്പോൾ നമുക്ക് ഹോസ്റ്റ് ഫാമിലി കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങൾ എന്തുകൊണ്ടാണ് ഒപ്പയറായി ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്? അതിന് നിങ്ങളുടേതായ ആൻസേഴ്സ്, എല്ലാവർക്കും അവരവരുടേതായ ഓരോ ആൻസേഴ്സ് കാണും. അത് പറയുക. മെയിനായിട്ട് നമ്മൾ ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും, അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനും, അവരുടെ ലൈഫ് സ്റ്റൈല് പഠിക്കാനും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ എന്താണോ പറയുന്നത് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ: കുട്ടികളുമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതെല്ലാ ഫാമിലിയും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ടാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ നമ്മളുടെ വീടിനടുത്തോ അങ്ങനെ ഒരുപാട് കുട്ടികളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്, അവരുടെ കൂടെ കളിക്കാൻ, അല്ലെ അവരുടെ ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾ ഒപ്പയറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ടൈം സ്പെൻഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഒപ്പയറായിട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. കാരണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കുട്ടികളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, ഓരോ ഏജ് ഗ്രൂപ്പിൽ അവരുടെ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കും. തീരെ ചെറിയ കുട്ടികളെ പോലെ ആയിരിക്കത്തില്ല കുറച്ചുകൂടെ വലുതായ കുട്ടികൾ. അപ്പം നമ്മൾ ഫാമിലിയിലെ കുട്ടികളെ കെയർ ചെയ്തിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിൽ കളിച്ചിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാം, കുട്ടികളുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഇമോഷൻസിനും അവരുടെ ഇഷ്ടത്തിനും ഒക്കെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറയുക. അവരുടെ കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ അവരുടെ സേഫ്റ്റി ഞാൻ ഒരുപാട് നോക്കുന്ന ഒരാളാണ് കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ. ഇതൊക്കെ ആയിരിക്കണം ഇതിനുള്ള ഒരു ആൻസറായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. ഓരോ ആൾക്കാർക്കും അവരവരുടേതായ ആൻസർ കാണും. നിങ്ങളുടെ ഓൺ ആൻസേഴ്സ് ആണ് ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്: നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇതൊക്കെ അവർക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാകും. അപ്പം അത് നമ്മളുടെ ഫ്രീ ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഹോബീസ്, അതൊക്കെ ആണ് അവർ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണ്, നമുക്ക് എന്താണ് ഇഷ്ടം, അതൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടുതൽ നമുക്ക് കുട്ടികളുടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ നമ്മളുടെ ക്യാരക്ടർ, നമ്മൾ റെസ്പോൺസിബിൾ ആണ്, നമ്മളുടെ ഒരു ദിവസത്തെ റുട്ടീൻ അവർ ചിലപ്പോൾ ചോദിക്കാം. നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഒരു 1 ഡേ റുട്ടീൻ. അപ്പോൾ നമ്മൾ ഇത് ഒരു ഓർഗനൈസ് ചെയ്ത് ഒരു കൃത്യമായ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് പറയുക. അത് അവർക്ക് ഒരു മറ്റുള്ളവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാക്കുന്നില്ല. കാരണം ജർമ്മൻസ് എല്ലാവരും തന്നെ കൃത്യമായ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നവരാണ്. ഈവൻ അവരുടെ വീടുകളിൽ പോലും കുട്ടികൾക്ക് പോലും കൃത്യമായ റുട്ടീനും പ്ലാനിങ്ങും ഒരു സ്കെഡ്യൂൾഡ് പ്രോഗ്രാംസ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെയുള്ളവരാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആണ്, നമ്മൾ ഭയങ്കര കാമാണ്, പേഷ്യൻസ് ഉണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിലേ കുട്ടികളുടെ കൂട്ടത്തിൽ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരോട് നമുക്ക് ഷൗട്ട് ചെയ്യാനോ ദേഷ്യപ്പെടാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ ആ ഒരു കുട്ടികൾ എന്താ ആഗ്രഹിക്കുന്നത്, ഒരു ലവ്, ഒരു കെയറിങ്, അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ നമ്മളെന്ന് അറിയാനായിട്ടാണ് അവർ നമ്മളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്താണ് പറയേണ്ടതെന്ന്. കാരണം ചിലപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കും. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ.
അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് എത്രത്തോളം അറിയാം? ഫാമിലീസ് ഇൻ്റർവ്യൂ ആണെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന ഫാമിലി ഉണ്ടാവും. ചിലർ ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ ഇൻ്റർവ്യൂ, ചിലപ്പോൾ ജർമ്മനിലായിരിക്കും ഇൻ്റർവ്യൂ. അത് ഡിപ്പെൻസ് ഓൺ ഫാമിലി ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ലെവൽ അവർക്കറിയാം. അപ്പം എനിവേ ചോദിക്കുന്ന ഫാമിലിക്ക് ഒരു ധാരണയുണ്ട്, ഒരു ഒപ്പേറായിട്ട് വരുന്ന ആൾക്ക് എത്രത്തോളം ലാംഗ്വേജ് അറിയാമായിരിക്കും, എത്രത്തോളം അവരെ കൊണ്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ലെവൽ എന്താണെന്നുള്ളത് അവരോട് പറയും. ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള ജർമ്മനെ അറിയത്തുള്ളൂ, ഓക്കെ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഞാൻ B2 ലെവൽ വരെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് A1 അല്ലെങ്കിൽ A2 സർട്ടിഫിക്കറ്റേ ഉള്ളൂ, ഞാൻ B2 എക്സാം എഴുതിയിട്ടില്ല. എന്താണോ നമ്മുടെ ലെവൽ അത് കൃത്യമായിട്ട് അവരോട് പറയുക. നമ്മളുടെ ആൻസർ സത്യസന്ധമായിരിക്കണം. ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ പറയുന്ന ആൻസറിലുള്ള സത്യസന്ധത അതൊരു വലിയ കാര്യമാണ്. നമ്മൾ കള്ളം പറഞ്ഞൊന്നും ചെന്നിട്ടൊന്നും കാര്യമില്ല. കാരണം നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുട്ടികളെ. അപ്പോൾ നമ്മളുടെ ലെവൽ എന്താണെന്ന് പറയുക. പിന്നെ എനിക്ക് ജർമ്മനിയിൽ വന്നിട്ട് എൻ്റെ ഫ്രീ ടൈമിൽ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് വരുന്നത്. എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഒരു ഫാമിലിയിൽ നിന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഡേ ടു ഡേ എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുക. അടുത്തതായിട്ട് ഫാമിലി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം എങ്ങനെ കുട്ടികളിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത്. അതായത് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സ്ക്രീൻ ടൈം മാക്സിമം നമ്മൾ കുറയ്ക്കുന്നത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഗുണകരമാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലും ഈ വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ മൊബൈൽ ഇൻ്റർനെറ്റ് അതിൽ കൂടുതലും അതിൽ ടൈം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് നമ്മൾ കുട്ടികളെ മൊബൈലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യിക്കാതെ ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കും. സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ സിംഗിങ്, ഡാൻസിങ്, പസിൽ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അവരെ നമ്മൾ അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കി അതിലേക്ക് നമ്മൾക്ക് അവരെ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കണം. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൈൻഡ് ഡിസ്ട്രാക്ഷൻ. അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ. ഇപ്പോൾ ഈ വീഡിയോ ഗെയിം ഒന്നും അല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും ക്ലേ ഐറ്റംസ് കൊണ്ട് എന്തെങ്കിലും അങ്ങനെ മോഡലിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാകും. അങ്ങനെ നമ്മൾ അവരെ അതിലേക്ക് മാറ്റി വിടണം. അങ്ങനെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് അവരെ മാറ്റി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവരെ തിരിച്ചു വിട്ട് ഇങ്ങനെ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ചില ഫാമിലീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, കരയുന്ന കുട്ടികളെ അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാതെ കരയുന്ന കുട്ടികളെ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും? കരയുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒരിക്കലും ഷൗട്ട് ചെയ്യാതിരിക്കുക, അവരെ ഒന്നിനും ഫോഴ്സ് ചെയ്യരുത്. കുട്ടികൾക്ക് കരയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഫോഴ്സ് ചെയ്താൽ അവർക്ക് വാശി കൂടത്തേ ഉള്ളൂ. അവരപ്പോൾ ഒന്നിലേക്കും പിന്നെ വരത്തില്ല, അവർ കൂടുതൽ കരയത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവരോട് കാമായിട്ട് സംസാരിക്കണം. പിന്നെ നമ്മൾ അവർ കരയുന്നതിനല്ല, എന്താണ് അവരുടെ പ്രശ്നം, അവരെന്താണ് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്, അവരുടെ പ്രോബ്ലം എന്താണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ കാമായിട്ട് സ്നേഹത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ചില കുട്ടികൾ പറയും എനിക്ക് ഇന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചു വിടുക. അതായത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ടോയ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പുറത്തേക്കൊന്ന് നോക്കാൻ അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് കാഴ്ച കാണിച്ചാൽ ചിലപ്പോൾ അവർ ഓക്കെ ആകും. അങ്ങനെ അവരുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്ത് കരച്ചിൽ മാറ്റാനായിട്ട് ശ്രമിക്കാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കരച്ചിലിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അവർ പറയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി ഒട്ടും പറ്റുന്നില്ലെങ്കിൽ പേരൻസിനെ കോൺടാക്ട് ചെയ്യുമെന്ന് തന്നെ പറയുക. പിന്നെ നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആൻസേഴ്സ് കാണുമല്ലോ. നിങ്ങൾ കുട്ടികളുമായിട്ട് ഇടപെടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ മൈൻഡ് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ആൻസർ പറയുക. ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്നൊരു ക്വസ്റ്റ്യൻസ് മിക്ക ഫാമിലികളും ചോദിക്കുന്നതാണ്. ലൈറ്റ് ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതായത് കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ റൂം ക്ലീനിങ്, അവരുടെ ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക, അവരുടെ ലോണ്ട്രി വാഷിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ഒരു ഒപ്പേറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആണെന്ന് പറയും. അതുകൂടാതെ
ഫാമിലിയോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്നാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം, അവർക്കൊരു എക്സ്പെക്റ്റേഷൻസ് കാണുമല്ലോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ അവരോട് ചോദിക്കുക. അങ്ങനെ അത് ക്ലിയർ ആക്കേണ്ടതാണ്. അടുത്തതായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹോസ്റ്റ് ഫാമിലിയിൽ നിന്നും നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതായത് നമ്മൾ ആ ഫാമിലിയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെ അതിനും നമുക്ക് നമ്മളെന്താണ് നമ്മുടെ ഹോസ്റ്റ് ഫാമിലി എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾക്കൊരു ഇത് കാണുമല്ലോ. നമ്മളെ ലാംഗ്വേജ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കണം, നമ്മളെ ലാംഗ്വേജ് കോഴ്സിന് അയക്കുന്നവരായിരിക്കണം, അങ്ങനെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ എന്താ പറയുന്നത്, സേഫായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഓപ്പയറിന് ശേഷം നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻറ്റൻഷൻ കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ ഉണ്ടാകും. അതെന്താണെന്ന് പറയുക. നമ്മളിപ്പോൾ ഒരു ഒപ്പയറായിട്ട് അവിടെ നിന്നിട്ട് ജർമ്മൻ കൾച്ചർ, അവിടുത്തെ ലാംഗ്വേജ്, അവിടെ നമ്മുടെ നോളജ് ലാംഗ്വേജ് ലെവൽ ഇമ്പ്രൂവ് ചെയ്തു, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാനാണ് നമ്മളെല്ലാവരും ഒപ്പയറായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് എന്താണെന്ന് അവരോട് പറയുക. ഇനി നമുക്ക് ചോദിക്കാവുന്നതാണോ, നമുക്ക് ഈ ഒപ്പയർ കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫാമിലി ഹെൽപ്പ് ചെയ്യുമോ, നമുക്ക് അവരെന്തെങ്കിലും സഹായങ്ങൾ അതിനു വേണ്ടി ചെയ്തു തരുമോ, ഇതൊക്കെ നമുക്ക് ഫാമിലിയോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഒരു ഹോസ്റ്റ് ഫാമിലി കോമൺ ആയിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾക്ക് ഫാമിലിയോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊരു നല്ല ഹോസ്റ്റ് ഫാമിലിയെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളുടെ സംശയങ്ങളെല്ലാം നമ്മൾ അവരോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. അത് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്ന് ഒരു ഐഡിയ നമുക്ക് വേണം. കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിലേ നമുക്ക് നല്ല റൈറ്റായിട്ട് നല്ല ഒരു ഫാമിലിയെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു ഫാമിലി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫ്യൂച്ചറും നല്ലതാവുകയുള്ളൂ. അതുകൊണ്ട് ഹോസ്റ്റ് ഫാമിലിയുടെ അടുത്ത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഹോസ്റ്റ് ഫാമിലിയോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മളുടെ വർക്കിംഗ് അവേഴ്സ്. നമ്മൾക്ക് വീക്ക്ലി എത്ര അവേഴ്സാണ് വർക്ക്, നമ്മളുടെ ഡ്യൂട്ടി എങ്ങനെയാണ്, അത് സ്പ്ലിറ്റ് ഡ്യൂട്ടി ആണോ, അതെങ്ങനെയായിരിക്കും, എത്ര ടൈം മുതൽ എത്ര ടൈം വരെയാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. നമ്മളുടെ ഓഫ് ഡേയ്സ്, അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ. വീക്ക്ലി നമുക്ക് എത്ര ഓഫാണ്, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് ഓഫാണോ, വീക്കെൻഡ് നമുക്ക് ഓഫാണോ, നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച്. പിന്നെ നമ്മളുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ അവരുടെ കൂടെ താമസിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. ചൈൽഡ് കെയർ മാത്രമാണോ നമ്മളുടെ ഡ്യൂട്ടി, അതോ വേറെ എന്തൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് അവർ പറയുന്നത്? ഇപ്പോൾ അവർ നമുക്ക് ഒരു കോൺട്രാക്റ്റിൽ ഇന്ന ഡ്യൂട്ടീസ്, കുട്ടികളെ നോക്കുക, അവരെ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവരിക, കുട്ടികളുടെ റൂം അറേഞ്ച്, അങ്ങനെ അതൊന്നും അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടി വരുമോ, അതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ജർമ്മൻസിന് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. ചിലപ്പോൾ അവർ ചോദിച്ചാൽ മാത്രമേ നമ്മളോട് പറയത്തുള്ളൂ, ഇത് മാത്രമല്ല വേറെ കുറച്ച് ഡ്യൂട്ടീസും കൂടെ നിങ്ങൾക്കുണ്ട് എന്നൊക്കെ അവർ നമുക്ക് ക്ലിയർ ആക്കി തരും. ഇനി നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയത്തുമില്ല. നമ്മൾ ചിലപ്പോൾ കുട്ടികളെ നോക്കിയാൽ മതി, അവിടെ ചെന്ന് ഓക്കെ ഒരു കുഞ്ഞുണ്ട് അതിനെ നോക്കുക, അത് കഴിഞ്ഞ് നമുക്ക് ഫ്രീ ടൈം പഠിക്കാം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളോടുകൂടി ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളോട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ ടൈമിൽ ഇതൊക്കെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ പോക്കറ്റ് മണി എത്രയാണ്, അതൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ അവരോട് ക്ലാരിഫൈ ചെയ്യണം. പിന്നെ നമ്മൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ അവർ സഹായിക്കുമോ, അവർ നമുക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അറേഞ്ച് ചെയ്ത് തരുമോ, അത് ഓഫ്ലൈൻ ക്ലാസ് ആണോ ഓൺലൈൻ ക്ലാസ് ആണോ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ചിരിക്കണം. ഇപ്പോൾ ലാംഗ്വേജ് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ എത്ര ദൂരത്തിലാണ്, കുറേ ട്രാവൽ ചെയ്യണോ, ആ ട്രാവൽ ടൈം നമ്മളുടെ ഡ്യൂട്ടി ട്രാവൽ ടൈം നമുക്ക് തരുമോ, ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ലാംഗ്വേജ് കോഴ്സിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യം എങ്ങനെയാണ്, ഹോസ്റ്റ് ഫാമിലി പേയ്മെൻറ്റ് ചെയ്യുമോ, അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ചില ഫാമിലീസ് ഫുൾ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്, ചില ഫാമിലീസ് ഹാഫ് പേയ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് അവരോട് സംസാരിച്ച് ക്ലിയർ ആക്കി വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇതിലൊക്കെ. പിന്നെ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം
കുട്ടികളെ കുറിച്ച് ചോദിക്കണം. എത്ര കുട്ടികളാണുള്ളത്, അവർക്ക് എത്ര ഏജ് ആണ്, അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, എന്ത് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം, അവർ പുറത്തുനിന്നുള്ള ഒരാളായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന ടൈപ്പാണോ, പുതിയ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നവരാണോ, അങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ റുട്ടീൻസ്, നിങ്ങളുടെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റുട്ടീൻസ് ഉണ്ടോ, അതായത് ഒരു സ്കെഡ്യൂളൊക്കെ ഫോളോ ചെയ്യുന്നവരാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എനിക്ക് കുട്ടികളുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ, അങ്ങനെയും ചോദിക്കാം. കുട്ടികളുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും നല്ലതാണ്. കാരണം കുട്ടികൾ നമ്മളോട് മിങ്കിളാവുന്നുണ്ടോ, നമ്മളോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെയുള്ള കാര്യം, നമുക്ക് അക്കോമഡേഷൻ എങ്ങനെയാണ്, സ്റ്റേ നമ്മൾ ആ ഫാമിലിയുടെ കൂടെ താമസിക്കുവാണോ, അവരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂം തരുമോ, അതൊക്കെ എങ്ങനെയാണ്, നമുക്ക് പ്രൈവസി ഉണ്ടായിരിക്കുമോ, അങ്ങനെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അവരോട് പറയുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഭാവിയിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ചില ഫാമിലീസ് അവരുടെ കൂടെ താമസിക്കും, നമുക്ക് സെപ്പറേറ്റ് റൂം തരും. എന്നാൽ ചില ഫാമിലീസ് നമുക്ക് വേറെ അവരുടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ അക്കോമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അത് ചോദിച്ച് അതിന് വ്യക്തമായ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ. അവർ വെജിറ്റേറിയൻ ആണോ, നോൺ വെജിറ്റേറിയൻ ആണോ, നമുക്കുള്ള ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്യണോ, അതോ അവർ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഫുഡ്, ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് അവർ നമ്മളെ അലൗ ചെയ്യുമോ, അവിടെ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നോൺ വെജ് കുക്ക് ചെയ്യാനായിട്ട് നമ്മളെ സമ്മതിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക. പിന്നെ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് റൂൾസ് ഉണ്ടോ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അവരുടെ റുട്ടീൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ ഓഫ് ഡേയ്സിൽ നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ അവരുടെ ആ ഫാമിലിയുടെ കൂടെ താമസിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും. അപ്പോൾ അവരോട് അതൊക്കെ ക്ലിയർ ചെയ്യണം. നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് ഓഫ് ഡേയ്സിൽ വെളിയിൽ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മൾ ഫാമിലിയോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഓപ്പയായിട്ട് പോകുന്നതിന് മുൻപ്. അല്ലെങ്കിൽ ഒരു ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം നമുക്ക് ചിലപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. ജർമ്മനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർ അങ്ങനെ ഇപ്പോൾ ഓപ്പയായിട്ട് പോയാൽ നമ്മൾ അതിനൊന്നും അല്ല പോകുന്നത്, നമ്മളൊരു ഫാമിലിയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനതിൻ്റേതായ ലിമിറ്റേഷൻസ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉണ്ട് അതൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഈ ഒരു വിസിറ്റ് വേണ്ടിയിട്ട് പോകാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. മാഡം, നല്ലൊരു ഹോസ്റ്റ് ഫാമിലിനെ എങ്ങനെ നമുക്ക് ഓപ്പറ വിസിറ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. നമുക്ക് നല്ലൊരു ഹോസ്റ്റ് ഫാമിലിയെ എങ്ങനെ തിരിച്ചറിയാം? ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നല്ലൊരു ഫാമിലി എപ്പോഴും ഓപ്പൺ ആയിരിക്കും നമ്മളുടെ അടുത്ത്. അവർ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, അവരെന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അവർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. മാത്രമല്ല ഇതിനൊക്കെ സ്കെഡ്യൂൾഡായിട്ട് റെഗുലേഷൻസ്, റൂൾസ് ഇതെല്ലാം അവർ കൃത്യമായി റിട്ടേൺ ആയിട്ട് നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ നല്ലൊരു ഫാമിലി എപ്പോഴും നമ്മളുടെ വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കും. നമ്മളെ ലാംഗ്വേജ് പഠിക്കാനായിട്ട് എൻകറേജ് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് അതിനുള്ള ലാംഗ്വേജ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ്സിന് പോകാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവർ ഒരു നല്ല ഫാമിലിയാണെന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നമ്മളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ചിലപ്പോൾ പേടിയായിരിക്കും അങ്ങോട്ട് പോകാൻ. ഹോസ്റ്റ് ഫാമിലി നല്ലതായിരിക്കുമോ, അവർ നമ്മളെ വഴക്ക് പറയുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ പേടിയൊക്കെ മാറാനായിട്ട് സാധിക്കും. ഒരു പ്രാവശ്യമല്ല, നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു 2-3 പ്രാവശ്യമെങ്കിലും വീഡിയോ കോളിൽ ആ ഫാമിലിയുമായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും മുഴുവനായിട്ടും അല്ലെങ്കിലും കുറച്ചൊക്കെ ആളുകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്, അവരുടെ സംസാര രീതി എങ്ങനെയാണ്. ചിലർ ഫ്രണ്ട്ലി ആയിരിക്കും, അവർ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ക്ഷമയോടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അവരുടെ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അവരുടെ റുട്ടീൻസ്, അവരുടെ കുഞ്ഞുങ്ങളുടെ റുട്ടീൻസ് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതായത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അവർ. അങ്ങനെയുള്ള ഒരു ഫാമിലിയൊക്കെ നല്ല ഫാമിലി ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു ഫാമിലി നമ്മളുടെ വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ
ഒപ്പയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരിക്കും. ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവർ റെഡി ആയിരിക്കും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഫാമിലി ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലിയെ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ നന്നായിരിക്കും. ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ റൈറ്റ് ഫാമിലി ചൂസ് ചെയ്യുന്നതാണ് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒപ്പയർ സ്വപ്നം കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ഫാമിലി സെലക്ട് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു.